തൻ്റെ പൂച്ച ഒരു സുന്ദരിയായ സ്ത്രീയായി മാറുമെന്ന് ഈ യുവാവ് പലപ്പോഴായി സ്വപ്നം കണ്ടിരുന്നു. തൻ്റെ ചിന്തകൾ പൂച്ചയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് അയാൾക്കറിയില്ലായിരുന്നു. രാത്രിയിൽ യുവാവ് ഉറങ്ങുന്നത് മുതലെടുത്ത് പൂച്ചക്കുട്ടി മനുഷ്യരൂപത്തിലേക്ക് മാറുന്നു. യുവാവിൻ്റെ തൊണ്ടയിലെ ആദാമിൻ്റെ ആപ്പിൾ അവൾ ശ്രദ്ധിക്കുന്നു. തനിക്കെന്താണ് ഒരെണ്ണമില്ലാത്തതെന്ന് പെൺകുട്ടി നിഷ്കളങ്കമായി ചിന്തിക്കുന്നു. എന്നാൽ ഈ സമയം അപരിചിതയായ സ്ത്രീയെ കണ്ടപ്പോൾ അയാൾ ഉണരുന്നു. പെൺകുട്ടിക്ക് അയാളോട് പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ച് അയാൾ പെൺകുട്ടിയെ വെളിയിലേക്ക് തള്ളുന്നു. എന്നാൽ ആ പെൺകുട്ടി അയാൾ സ്നേഹിച്ചിരുന്ന അയാളുടെ പൂച്ചയാണെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. അതിലുപരി ഏറ്റവും മോശപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ അവൾ ഏറ്റവും ഭയന്നിരുന്ന നായ അങ്ങോട്ടേക്ക് വരുന്നു. ഈ സമയം ആകാശത്തു നിന്ന് മഞ്ഞ് വീഴാൻ ആരംഭിച്ചിരുന്നു. തണുപ്പ് കാരണം കോനിക്കൂടിയിരിക്കുന്ന അവളെ കണ്ടിട്ട് അയാൾക്ക് സഹിക്കാനായില്ല. പെട്ടെന്ന് തന്നെ അയാൾ സ്വന്തം വസ്ത്രങ്ങൾ പെൺകുട്ടിയുടെ തോളിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അവന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം അവളിൽ സന്തോഷമുണർത്തി. അതിനുശേഷം തൻ്റെ വീട്ടിൽ ഒരു രാത്രി ചിലവഴിക്കാൻ അയാൾ അവൾക്ക് അനുവാദം കൊടുക്കുന്നു. നേരം വെളുക്കുമ്പോൾ തന്നെ അവിടുന്ന് പൊക്കോണമെന്നും അയാൾ താക്കീത് നൽകി. എന്നാൽ ഈ സമയം പെൺകുട്ടി കൂടുതൽ വിറയ്ക്കാൻ ആരംഭിക്കുന്നു. കുറെ നേരം മഞ്ഞ തിരുന്നത് കൊണ്ടാവാം എന്ന് ഊഹിക്കുന്ന യുവാവ് പെട്ടെന്ന് തന്നെ കുളിമുറിയിലേക്ക് പോയി ചൂടുവെള്ളത്തിൽ കുളിക്കാൻ അവളോട് ആവശ്യപ്പെടുന്നു. പൂച്ചയായ പെൺകുട്ടി കൗതുകത്തോടെ എല്ലാം നോക്കിക്കാണുന്നു. പുരുഷന്റെ മാതൃക പിന്തുടർന്ന് പെൺകുട്ടി ടാപ്പ് ഓൺ ചെയ്യുന്നു. ചൂടുവെള്ളം ദേഹത്ത് വീണപ്പോൾ പൂച്ചയായ പെൺകുട്ടി പേടിച്ച് അയാളുടെ ദേഹത്തേക്ക് ചാടിക്കയറുന്നു. പെൺകുട്ടി വളരെയധികം പരിഭ്രാന്തിയിൽ കിടക്കുന്ന കണ്ട് അയാൾ അവളെ മുറുക്കി പുറത്താക്കുന്നു. പക്ഷേ പൂച്ചയായ പെൺകുട്ടിയുമായി ഇതുവരെ പ്രണയത്തിലായി എന്ന് അയാൾക്ക് മനസ്സിലായില്ല. പെൺകുട്ടിയെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് പോകുന്നത് ശരിയല്ല എന്ന് തോന്നുന്നതുകൊണ്ട് അയാൾ അവളെയും കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്നു. അയാളോടൊപ്പം തന്നെ ഇരിക്കാൻ അവളോട് ആവശ്യപ്പെട്ടു. എന്നാൽ യുവാവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പെൺകുട്ടി ഒരു പൂച്ചയായിരുന്നതിനാൽ യുവാവിൻ്റെ സെക്രട്ടറിയുടെ തലയിലിരിക്കുന്ന ഹെയർ പിൻ പൂച്ചയുടെ കളിപ്പാട്ടം പോലെയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഉടനെ തന്നെ ചാടി വീണ് ആ സെക്രട്ടറിയുമായി കളിക്കാനൊരുങ്ങുന്നു. എന്നാൽ സുന്ദരിയായ പെൺകുട്ടി സെക്രട്ടറിയെ കളിയാക്കാൻ മാത്രമേ അയാൾ അനുവദിച്ചുള്ളൂ. അയാൾ ഇതിനോടകം പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു.